ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം നേരുക. ഈശോ ഇന്ന് നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് നിൻ്റെ എല്ലാ മേഖലകളെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരിക്കലും ഒത്തിരി പേര് ഈശോയുടെ അടുത്ത് ഈശോയുടെ വചനങ്ങൾ കേൾക്കുവാനായിട്ട് ഒത്തുകൂടി. സമയമെല്ലാം ഒത്തിരി കടന്നുപോയി. അവസാനം ഈശോയ്ക്ക് മനസ്സിലായി ഈ ജനക്കൂട്ടം ആകെ ക്ഷീണിച്ചിരിക്കുന്നു. ഈശോ ശിഷ്യന്മാരോട് പറയുന്നുണ്ട് ഇവർക്ക് എന്തെങ്കിലും കൊടുക്കാൻ. ശിഷ്യന്മാർ വന്ന് വലിയ ധനാറയുടെ കണക്കൊക്കെ പറയുക. അവസാനം നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളത് നോക്കുമ്പോൾ 5 അപ്പത്തിൻ്റെയും 2 മീനിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. ഈശോ അതിനുശേഷം ശിഷ്യന്മാർ പറയുന്നൊരു കാര്യമാണ് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 10-ാം തിരുവചനം. യേശു പറഞ്ഞു, ആളുകളെയെല്ലാം ഭക്ഷണത്തിനിരുത്തുവിൻ. ആ സ്ഥലത്ത് പുല്ല് തഴച്ചു വളർന്നിരുന്നു. 5000-ഓളം വരുന്ന പുരുഷന്മാർ അവിടെ ഇരുന്നു. ഒന്നുമില്ലാത്ത ഒരു അവസ്ഥ, ശൂന്യത നിറയുന്ന അവസ്ഥ. 5 അപ്പവും 2 മീനും മാത്രം. 5000-ഓളം വരുന്ന പുരുഷരെ ഇരുത്താനാണ് ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞത്. നിങ്ങൾ ആ ശിഷ്യന്മാരെന്ന് ഓർത്ത് നോക്കിയേ. ഈശോ പറഞ്ഞ് അതേപടി അനുസരിച്ചു. ഇനി അവരറിഞ്ഞിട്ട് ഒന്നും സംഭവിച്ചില്ലെങ്കിൽ, ഇതിനുമുമ്പ് ഈ ശപ്പം വർദ്ധിപ്പിച്ചിട്ടില്ല, ഒന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ ആദ്യം കൈവീഴാൻ പോകുന്ന ഈ ശിഷ്യന്മാരെടുത്ത ഒരു ധാരണയും ഇല്ലാത്തടുത്ത് ഈശോ പറഞ്ഞ് കണ്ണും പൂട്ടി വിശ്വസിച്ചുകൊണ്ട് ആ ജനക്കൂട്ടത്തെ അവിടെ ഇരുത്തുക. അവിടെ വലിയൊരു അത്ഭുതം ഈശോ ചെയ്തത്. പ്രിയ സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിൽ നിന്റെ കർത്താവ് പ്രവർത്തിക്കണമെങ്കിൽ നീ കണ്ണും പൂട്ടി വിശ്വസിച്ചോളണം. നീ ബുദ്ധി കൊണ്ട് അളക്കാൻ പോയേക്കരുത്. നീ ജീവിതത്തെ പല രീതിയിൽ വിലയിരുത്താനായിട്ട് പോകരുത്. നിന്റെ കർത്താവ് പറയുന്നത് കേട്ടാൽ എൻ്റെ ജീവിതം ഭംഗിയായി തീരുന്നു ഞങ്ങൾ വിശ്വസിച്ചാൽ മതി, എല്ലാം സംഭവിക്കും. അങ്ങനെ പോകാൻ നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവെ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈശോയെ, നിന്റെ കൃപയ്ക്കും നിന്റെ സ്നേഹത്തിനെല്ലാം നന്ദി പറയുകയാണ്. ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, കണ്ണും പൂട്ടി നിന്നിൽ വിശ്വസിക്കുവാനുള്ള വലിയൊരു അഭിഷേകം ഈ വ്യക്തിയിലേക്ക് ചൊരിയണമേ. നിന്റെ നാമത്തിൽ ഈ ദിവസം അനുഗ്രഹിക്കപ്പെടട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങേപ്പോലൊരു ദൈവമില്ല. അങ്ങേപ്പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമേ ദൈവമേ.